ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ ഉവൈസിന്റെ PG പഠനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. PG പഠനത്തിന് പുനഃപ്രവേശനം നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതാണ് തടഞ്ഞത്. ശ്യാം ദേവരാജ് തുടർന്നു. വളരെ സുപ്രധാനമായ വിധിയാണിത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് ഡോക്ടർ റുവൈസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏക പ്രതി കൂടിയാണ് ഡോക്ടർ റുവൈസ്. ഡോക്ടർ റുവൈസിന് നിലവിൽ ഈ സംഭവത്തിന് ശേഷം ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് ശേഷം ഡോക്ടർ റുവൈസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഷനിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഓർത്തോ വിഭാഗം വിദ്യാർത്ഥി കൂടിയാണ് ഡോക്ടർ റുവൈസ്. ഡോക്ടർ ഷഹനയും ഇതേ വിഭാഗത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. ഡോക്ടർ റുവൈസിന്റെ ഈ സസ്പെൻഷൻ നടപടി അല്ലെങ്കിൽ അച്ചടക്ക നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 13-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡോക്ടർ റുവൈസിന് PG പഠനം തുടരാം എന്നായിരുന്നു. ഇതിന് അനുമതി നൽകി. മാത്രമല്ല ആവശ്യമായ സുരക്ഷയടക്കം നൽകണം. സമാധാനാന്തരീക്ഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ സമാധാനാന്തരീക്ഷം ഡോക്ടർ റുവൈസ് ക്യാമ്പസിലേക്ക് മടങ്ങിയെത്തുമ്പോഴുള്ള സമാധാനാന്തരീക്ഷം തടസ്സപ്പെടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സിംഗിൾ ബെഞ്ച് ഉത്തരവിലൂടെ നൽകിയിരുന്നു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. PG പഠനത്തിന് പുനഃപ്രവേശനത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. ഈ ഡോക്ടർ റുവൈസിന് ഈ ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലെ ഉത്തരവനുസരിച്ച് PG പ്രവേശനത്തിന് അനുമതി തേടാനാവില്ല. ഇന്ന് കൂടിയാണ് ഈ PG പ്രവേശനത്തിന് അനുമതി തേടാനുള്ള സമയപരിധി ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഈ ഡോക്ടർ റുവൈസിന് അനുകൂലമായ സിംഗിൾ ബെഞ്ച് തീരുമാനം ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയതും ഇപ്പോൾ ഈ PG പ്രവേശനം തടഞ്ഞതും അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അത്തരമൊരു ഉത്തരവ് നൽകിയതും. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി കൂടിയാണ് ഡോക്ടർ റുവൈസ്. ഡോക്ടർ റുവൈസിന് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ഈ PG പഠനത്തിന് പുനഃപ്രവേശനം നേടാനാവില്ല. മാത്രമല്ല ആരോഗ്യ സർവകലാശാല തുടരുന്ന അച്ചടക്ക നടപടി അത് തുടരാം എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാം ദേവരാജ്.